ബംഗളൂരു നഗരത്തിലെ റമദാൻ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. വിവിധ ദേശക്കാർ ഒത്തുചേർന്നുള്ള വൈവിധ്യമാർന്ന ആഘോഷങ്ങളാണ് നഗരത്തിലെങ്ങും. മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ബംഗളൂരുവിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ. മെട്രോ നഗരത്തിലെ എല്ലാ ആഘോഷങ്ങൾക്കും ഇങ്ങനെ തെരുവുകൾ വർണ്ണാഭമാകും. ചെറിയ പെരുന്നാളിനും പതിവ് തെറ്റിയില്ല. Always enjoy the festival over here. There's a lot of excitement, and I think there are a lot of discounts, so that's what encourages people to actually come in this market. But what I realized that it's too hot. Bangalore is turning into a different environment now. I mean, right? So it's like a Delhi. It's not. It's no more what do you call that? A cool place. It is very good and very peaceful celebration in our Bangalore. Past from 29 years. Since from my birth, it is peaceful. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ശിവാജി നഗർ എന്നിവിടങ്ങളിലെ കാഴ്ചകളാണിത്. പെരുന്നാൾ പൊടിപൊടിക്കാൻ ഒത്തുചേർന്നത് ആയിരങ്ങൾ. അതെ, വളരെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കുറച്ചും കൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ശിവജി നഗറിലൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ്. വളരെ കംഫർട്ടബിൾ, നമുക്കാണെങ്കിൽ ഒരു എൻജോയ് ചെയ്യാൻ പറ്റും. ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ ഒരു നല്ല സ്ഥലമാണ്. ബാംഗ്ലൂരിൻ്റെ റംസാൻ പോയിട്ട് നന്നായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ബാംഗ്ലൂരിൽ ഇരുന്ന് ട്രിപ്പിനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാം കണ്ടപ്പം കുറേ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ പെരുന്നാളിൻ്റെ ഭാഗമായി കൊണ്ട് കുറേ കളക്ഷൻസും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ മേടിക്കാനും എല്ലാത്തിനും എല്ലാവരും നല്ല ഹാപ്പി. ബംഗളൂരുവിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ അതൊന്നും പെരുന്നാൾ ആഘോഷങ്ങളുടെ മാറ്റു കുറച്ചിട്ടില്ല. നഗരത്തിലാകെ ആഘോഷങ്ങൾ കളർഫുള്ളാണ്. ബംഗളൂരുവിൽ നിന്ന് സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.